നമസ്കാരം. ഞാൻ ശക്തിയായ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച വിഷയം തിരുവോണം നക്ഷത്ര ജാതകരുടെ 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള പ്രായത്തിൽ അവർക്ക് അനുഭവത്തിൽ വരുന്ന വ്യാഴദശ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ഏകദേശ പ്രായക്കണക്കാണ്. കാരണം തിരുവോണം നക്ഷത്ര ജാതകർ ജനിക്കുന്നത് ചന്ദ്രദശ കാലത്തിലാണ്. ചന്ദ്രദശയുടെ പരമാവധി കാലഘട്ടം എന്ന് പറയുന്നത് 10 വർഷമാണ്. ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ചിലപ്പം 10 വർഷം എന്ന് പറയുന്നത് 10 മാസം ഉണ്ടാകാം, 1 വർഷം ഉണ്ടാകാം, 2 വർഷം ഉണ്ടാകാം, 3 വർഷം ഉണ്ടാകാം. അങ്ങനെ പലതരത്തിൽ ജനന സമയത്തെ ആശ്രയിച്ച് ചന്ദ്രദശാകാലത്തിൽ വ്യത്യാസം വരാം. നമ്മളിവിടുത്തെ കണക്കിന് ഇവിടുത്തെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചന്ദ്രദശ 5 വർഷം എന്ന് നിജപ്പെടുത്തുകയാണ്. അപ്പോൾ ജനനം മുതൽ 5 വയസ്സ് വരെ ചന്ദ്രദശയും, 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ചൊവ്വാദശയും, 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ രാഹുദശയും, 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെ വ്യാഴദശ കാലവുമാണ്. ഈ വ്യാഴദശ കാലത്ത് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് തിരുവോണ നക്ഷത്രജാതർക്ക് അനുഭവത്തിൽ വരാനിടയുള്ളതെന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വ്യാഴത്തിൻ്റെ ഗുണദോഷ ഫലങ്ങൾ പറയുമ്പോൾ ഏതൊരു തിരുവോണ നക്ഷത്രജാതൻ്റെയും ജാതകപ്രകാരമുള്ള ഗ്രഹനിലയിൽ വ്യാഴം ശുഭസ്ഥാനത്താണോ അശുഭസ്ഥാനത്താണോ നിൽക്കുന്നതെന്ന് നോക്കേണ്ടത് അനിവാര്യമാണ്. ശുഭസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം ധാരാളം ശുഭഫലങ്ങളും അശുഭസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം അശുഭഫലങ്ങളും പ്രദാനം ചെയ്യും. എങ്കിലും നമ്മളതിനെ പൊതുവായി ഈ വീഡിയോയ്ക്ക് വേണ്ടി ലഘൂകരിച്ച് പറഞ്ഞാൽ ശുഭസ്ഥാനത്തുള്ള വ്യാഴം നൽകേണ്ട ഗുണഫലങ്ങൾ സാമ്പത്തിക ഉന്നതി തന്നെയാണ്. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള സ്ഥാനക്കയറ്റം, അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റം, സ്ഥാനലബ്ധി, നേതൃപദവി, നേതൃസ്ഥാനം, ഉന്നത സ്ഥാനമാനാദി ലാഭങ്ങളെല്ലാം ശുഭനായിട്ടുള്ള വ്യാഴദശാകാലത്ത് പ്രതീക്ഷിക്കാം. സ്വന്തം നിലയിൽ ഭൂമി വാങ്ങാൻ സാധിക്കുക, വീട് വയ്ക്കാൻ സാധിക്കുക, വാഹനം വാങ്ങാൻ സാധിക്കുക, സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും കൈവശം വരിക, സന്താന ഭാഗ്യമുണ്ടാവുക, ജാതകന് വിവാഹം നടക്കാം, അല്ലെങ്കിൽ ജാതകൻ്റെ കുടുംബത്തിൽ വിവാഹമംഗളാദി കർമ്മങ്ങൾ നടന്നു മാറുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വ്യാവസായിക മേഖലയിൽ അല്ലെങ്കിൽ കച്ചവട മേഖലയിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ധനലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. കൂടുതലായിട്ടുള്ള വിശേഷപ്പെട്ട സാമ്പത്തിക ലാഭങ്ങൾ, ഉന്നതരുമായിട്ടുള്ള ചങ്ങാത്തം, ഉന്നത സ്ഥാനമാന ലബ്ധിയിൽ വിരാജിക്കുവാനുള്ള ഭാഗ്യം, അധികാര ചിഹ്നങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളിൽ സഞ്ചരിക്കുവാനുള്ള യോഗം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ഇങ്ങനെ അനുകൂലത്തിലാകുന്ന വ്യാഴം ഒരുപാട് ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നൽകും. അതിലേറ്റവും കൂടുതലായിട്ട് പറയുന്നത് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് നിക്ഷേപം വർദ്ധിക്കുക, സാമ്പത്തിക വരവ് വർദ്ധിക്കുക, ആവശ്യങ്ങളെല്ലാം വളരെ ഈസിയായി നടന്നു മാറുക. വീട് ഉള്ളവരാണെങ്കിലും പുതിയ വീട് വയ്ക്കാം, കുടുംബസ്വത്ത് ലഭിക്കാം, വിവാഹാദി കർമ്മങ്ങളിലൂടെയുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങളിലൂടെയുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. ധനപരമായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് ചെന്ന് ചാടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വളരെയേറെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബഹുമതികൾ ലഭിക്കാം. സ്വത്ത് സമ്പാദനം വളരെ അധികം നടക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളൊക്കെ ലഭിക്കാം. കോടതി കേസിൽ വിജയമുണ്ടാവാം. മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകാം. വളരെ നല്ല ഫലങ്ങളാണ് ശുഭനായിട്ട് നിൽക്കുന്ന വ്യാഴദശ കാലത്ത് ലഭിക്കാനിടയുള്ളത്. ഇനി വ്യാഴം പ്രതികൂലമാണെന്ന് കരുതുക. പ്രതികൂലമായിരിക്കുന്ന വ്യാഴം സാമ്പത്തിക കടബാധ്യതയെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പാരമ്പര്യമായിട്ട് ആർജിച്ച സ്വത്തുക്കൾ പോലും ജപ്തി ചെയ്തു പോവുകയോ വിറ്റ് കടബാധ്യത തീർക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാവാം. അതുപോലെ തന്നെ ഏത് കാര്യം തുടങ്ങിയാലും അതിലൊക്കെ തടസ്സം വരാം. ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ തരം താഴ്ത്തൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിലിൽ നിന്നും വിട്ടുപോകേണ്ടതായിട്ട് സാഹചര്യം വന്നേക്കാം. വിദേശത്ത് പോകുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ വരാം. വിദേശത്ത് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ച ജോലി കിട്ടാതെ വരാം. സാമ്പത്തിക തട്ടിപ്പിനിരയാകാം. സാമ്പത്തികമായിട്ടുള്ള വഞ്ചനയ്ക്കിരയാകാം. സാമ്പത്തിക വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്തപ്പെടാം. നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം.
ഒരു തരത്തിലും മനസമാധാനമില്ലാത്ത അവസ്ഥ ഉണ്ടാകാം. കല്യാണങ്ങൾ മാറ്റി വയ്ക്കേണ്ടി വന്നേക്കാം. തീർത്ഥാടനങ്ങൾ മാറ്റി വയ്ക്കേണ്ടി വന്നേക്കാം. ദേവകാര്യങ്ങളെ നിന്ദിച്ചു പറയാനുള്ള പ്രവണത കൂടും. ആകെ കലങ്ങി മറിഞ്ഞ അന്തരീക്ഷമായിരിക്കും. അപ്പോൾ ശുഭനായിട്ട് നിൽക്കുന്ന വ്യാഴം എല്ലാ കാര്യത്തിലും ഐശ്വര്യവും ഭാഗ്യശുദ്ധിയും നൽകുന്നു. തീർത്ഥാടനം നടത്തുന്നു. ദേവകാര്യങ്ങളിൽ പങ്കാളിത്തം വഹിപ്പിക്കുന്നു. വീട്ടുകാരോടും നാട്ടുകാരോടും കൂട്ടുകാരോടും ഒക്കെ വളരെയേറെ രമ്യമായിട്ടും സ്നേഹമായിട്ട് ഇടപെടാനുള്ള പ്രചോദനം നൽകുന്നു. അവരിൽ നിന്നൊക്കെ ആദരവും ബഹുമാനവും ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് നമ്മളുടെ വ്യക്തിത്വത്തെ ഉയർത്തുന്നു. നമ്മൾ ഏത് മേഖലയിൽ കൈവച്ചാലും അവിടെയൊക്കെ തിളക്കമാർന്ന വിജയം നേടാൻ സാധിക്കും. സാമ്പത്തികമായിട്ടുള്ള ലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനപരമായിരിക്കും. ധനപരമായിട്ടുള്ള മുന്നേറ്റം വളരെ വലിയ രീതിയിലുണ്ടാകും. കടബാധ്യത എന്ന് പറയുന്നത് ഉണ്ടാവുകയില്ല. കടങ്ങളെല്ലാം വീടി തീർത്ത് സ്വസ്ഥവും സമാധാനവുമായിട്ട് ഒരു കുടുംബജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്നതാണ് ശുഭ സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴമെങ്കിൽ, അശുഭസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം സർവ ധനത്തെയും ചിലവഴിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. അപ്രതീക്ഷിതമുള്ള രോഗദുരിതങ്ങളുണ്ടാകുന്നു. അപ്രതീക്ഷിതമുള്ള അപകടങ്ങളുണ്ടാകുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള നിയമ നടപടികളുണ്ടാകുന്നു. അതുപോലെ തന്നെ വഴിവിട്ട ബന്ധത്തിനൊക്കെ പോലെ അതിലൂടെ ധനം നഷ്ടപ്പെടുന്നു. ധനവും മാനവും നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രതികൂല സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം നമ്മളെ കൊണ്ടുവന്നെത്തി. അനുകൂല സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലം വരുമ്പോഴേ നമുക്കറിയാം. കാരണം കുടുംബത്തിൽ പതിവില്ലാത്തൊരു ഐശ്വര്യം ഉണ്ടാകും, ഒരു സമാധാനം ഉണ്ടാകും, സൽപുത്ര ജനനം ഉണ്ടാകും. അതുപോലെ തന്നെ എവിടെ നമ്മൾ എന്ത് കാര്യം ബിസിനസ്സിലായാലും തൊഴിലിലായാലും എവിടെയാണെങ്കിലും നമുക്കൊരു വലിയ മനസ്സമാധാനം, ഒരു ആത്മവിശ്വാസം, ഒരു ധൈര്യം, ഒരു മനസ്സന്തോഷം ഇവയെല്ലാം നമുക്ക് സമ്മാനിക്കും. അശുഭഗ്രഹ ഭാവസ്ഥിതനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ മാനസികമായിട്ടൊരു സമാധാനം തന്നെ നമുക്ക് കിട്ടില്ല. ഉറങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി എന്ന് പറയുന്ന തരത്തിൽ ഒന്നൊഴിയുമ്പോൾ മറ്റൊന്ന് എന്ന തരത്തിൽ പ്രശ്നങ്ങളുടെ പുറകെ പ്രശ്നങ്ങളുടെ ഘോഷയാത്ര വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് വ്യാഴത്തെയും വ്യാഴദശയെയും കുറിച്ച് നമ്മൾ ചെറിയ രീതിയിൽ മനസ്സിലാക്കാനുള്ള അറിവുകൾ. ഇനി വ്യാഴം പിഴച്ചാൽ സർവം പിഴച്ചു എന്നാണ് ചൊല്ലി. വ്യാഴം പിഴച്ചാൽ എന്താണ് ദോഷപരിഹാരം? വ്യാഴാഴ്ച ദോഷത്തിന് പ്രാധാന്യം കൊടുക്കുക, മഞ്ഞ നിറത്തുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക. പിന്നെ രാവിലെ 7-നും 9-നും ഇടയ്ക്കുള്ള സമയം മഹാവിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അരയാലിനെ 3 തവണ മുതൽ 33 തവണ വരെ പ്രദക്ഷിണം ചെയ്യുന്നതും മഞ്ഞളും പാലും കൂടെ കൂട്ടിക്കലർത്തി അരയാൽ ചുവട്ടിൽ ഒഴിച്ച് ഒരു 2 മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നും അല്പമെടുത്ത് തിലകം ധരിക്കുന്നതും വ്യാഴദോഷ പരിഹാരമായിട്ട് നിർദ്ദേശിക്കപ്പെടുന്നതാണ്. അപ്പോൾ ശുഭനായിട്ടുള്ള വ്യാഴമാണെങ്കിലും അശുഭനായിട്ടുള്ള വ്യാഴമാണെങ്കിലും വ്യാഴപ്രീതി വരുത്തുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഗുണകരമാണ് വരുന്നത്, ഗുണമാണ് വരുന്നത്. അപ്പോൾ വ്യാഴപ്രീതി വരുത്തിയും നമ്മളുടെ ധർമ്മദൈവങ്ങളെ ഭജിച്ചും വ്യാഴദശാകാലത്തിലെ ദോഷങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മനോധൈര്യം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് വ്യാഴദശാകാലം എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നതായിരിക്കില്ല. ആ തിരിച്ചറിവോടുകൂടെ വ്യാഴദശയെ കണ്ടുകൊണ്ട് നമ്മൾ പോകുകയാണെങ്കിൽ വളരെയേറെ നേട്ടങ്ങളും ഗുണഫലങ്ങളും ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്നത് തന്നെ ആയിരിക്കും വ്യാഴദശാകാലം എന്ന് തന്നെ പറയാം. നമ്മളിവിടെ പറയുന്നത് ഒരു ഏകദേശ കണക്ക് വെച്ചാണെന്ന് പറഞ്ഞു. എന്നാലും ഏറെക്കുറെ ഈ പ്രായത്തിലൊക്കെയാണ് ഇവർക്ക് വ്യാഴദശാകാല അനുഭവത്തിൽ വരുന്നത്. വ്യാഴം അനുഭവത്തിൽ വരുമ്പോഴത്തേക്കും നല്ല വ്യാഴമാണെന്നുണ്ടെങ്കിൽ സൗന്ദര്യവർദ്ധനവ് മുതൽ ഐശ്വര്യവർദ്ധനവ് വരെ ഉണ്ടാകും. ഇനി വ്യാഴം പഴുത്തതാണെങ്കിൽ അല്ലെങ്കിൽ ദോഷഭാവത്തിലാണെങ്കിൽ കർമ്മരോഗം മുതൽ ഷുഗർ രോഗം വരെ വർദ്ധിക്കുവാനും ആശുപത്രിവാസവുമായിട്ട് അലയുവാനും മാനസികമായിട്ടുള്ള ഒരു മനസമാധാനം നഷ്ടപ്പെടുന്ന രീതിയിൽ അലഞ്ഞു തിരിയേണ്ടി വരുന്നൊരവസ്ഥയിൽ കൊണ്ടുതന്നെ എത്തിക്കും. ഇതാണ് നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത്. വ്യാഴദശയെക്കുറിച്ചും മറ്റുള്ള ദശാകാലങ്ങളെക്കുറിച്ചും വിശദമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ പുറകെ ഇടുന്നതാണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചുരുക്കത്തിൽ വ്യാഴദശയെക്കുറിച്ച് മാത്രമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റുള്ള പ്രായഘട്ടങ്ങളിലും മറ്റുള്ള നക്ഷത്രക്കാരുടെയൊക്കെ വിശദാംശങ്ങൾ നമ്മൾ ഒന്നിൻ്റെ പുറകെ മറ്റൊന്നായിട്ട് ഇടുന്നതാണ്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണുക. കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ ചോദിക്കാൻ വേദികളില്ല എന്ന് പല പ്രേക്ഷകരും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നു: 92 88 11 56 44.
9288115644. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ മെസ്സേജ് ചെയ്താൽ ഞങ്ങൾ സമയം പോലെ നോക്കി അതിന് മറുപടി നൽകുന്നതിൽ വിരോധമില്ല. ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.